തിരുവനന്തപുരത്തും പാഴ്സൽ വഴി ലഹരിക്കടത്ത് കിഴക്കേക്കോട്ട ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ ഹബ്ബിൽ നിന്നാണ് 900 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. വെമ്പായം സ്വദേശി അതുൽ കൃഷ്ണനാണ് പാഴ്സൽ എത്തിയത്. ആ പാഴ്സൽ പാക്കറ്റിനകത്ത് ഒരു 35ഓളം സ്നാഗി മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് സിപ്ലോക്ക് കവർ, വലിയ സിപ്ലോക്ക് കവറുകളിലായിട്ട് ഒരു 5 കവറുണ്ടായിരുന്നു. ആ 5 കവറിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗഞ്ചാവായിരുന്നു. അതിൽ ടോട്ടൽ നമ്മൾ കഞ്ചാവ് മാത്രമായിട്ട് 897 ഗ്രാമാണ് റിക്കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ പാഴ്സൽ അയച്ച ആൾ ഷില്ലോങ്ങിൽ നിന്നാണ് അയച്ചിരിക്കുന്നതെന്നാണ് ഈ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ അയച്ച ആളിനെയും അത് സ്വീകരിക്കാനുള്ള അതുൽ കൃഷ്ണ എന്ന ആളിനെയും ചേർത്താണ് പ്രതികളായിട്ടാണ് ഇപ്പോൾ നമ്മൾ ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊച്ചിയിൽ പാഴ്സൽ വഴി MDMA കടത്തിയ പ്രതിയാണ് അതുൽ കൃഷ്ണ. ഇയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇത്തരം വാർത്തയും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതി സ്ഥിരമായി ഇത് ചെയ്യുന്നയാളാണ് എന്നതിന്റെ തെളിവുകളാണോ പോലീസിന് ലഭിച്ചത്? കടത്തിയത് അന്ന് ഈ MDMA കടത്തിയ വെമ്പായം സ്വദേശി അതുൽ കൃഷ്ണയെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളെ റിമാൻഡ് ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇയാൾക്ക് മറ്റൊരു പാഴ്സൽ കൂടി വരുന്നുണ്ടെന്ന വിവരം കിട്ടിയത്. തുടർന്ന് അത് തിരുവനന്തപുരം എക്സൈസിന് കൈമാറുകയായിരുന്നു. ഈ പാഴ്സൽ എത്തുന്ന എക്സൈസിന്റെ ഇന്ത്യ പോസ്റ്റിന്റെ പാഴ്സൽ ഹബ്ബിൽ ഈ പാഴ്സൽ അതുൽ കൃഷ്ണയുടെ പേരിൽ ഇങ്ങനെ ഒരു പാഴ്സൽ എത്തുകയാണെങ്കിൽ വിവരം അറിയിക്കണമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ എത്തിയ ഈ പാഴ്സൽ എക്സൈസ് സംഘം പിടികൂടിയത്. തുറന്ന് പരിശോധിച്ചപ്പോഴാണ് 897 ഗ്രാം കഞ്ചാവ് കിട്ടിയത്. ഈ സ്നഗ്ഗിക്കുള്ളിലായിട്ട് അതിന്റെ അടിയിൽ പ്രത്യേകം ഒരു കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവ് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ 2 പേർക്കെതിരെ, അതായത് ഷില്ലോങ്ങിൽ നിന്നാണ് ഈ പാഴ്സൽ എത്തിയെന്നാണ് ഇന്ത്യ പോസ്റ്റ് ഓഫീസിലെ അധികൃതർ പറയുന്നത്. ഈ അയച്ച ആൾക്കെതിരെയും ഒപ്പം തന്നെ ഇത് സ്വീകരിക്കാൻ എത്തിയ അതുൽ കൃഷ്ണയ്ക്കെതിരെയും എക്സൈസ് കേസ് എടുത്തിട്ടുണ്ട്. നിലവിൽ അതുൽ കൃഷ്ണ കൊച്ചിയിലെ കേസിൽ റിമാൻഡിലാണ്. ശരി, പാഴ്സൽ വഴിയുള്ള ലഹരിക്കടത്ത് തിരുവനന്തപുരത്തും അത് സംഭവിച്ചിരിക്കുന്നു. പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്.